പ്രിയമുള്ളവരെ, നമ്മൾ നോയമ്പുകാല ധ്യാനത്തിലൂടെ കടന്നു പോകുന്നു. ഈ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വചനം യെശയ്യാ 43 അധ്യായം 4 വചനം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. നമുക്കറിയാം, യെശയ്യാ പ്രവാചനം ഒരു 40 അധ്യായം മുതലൊക്കെ ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലാണ്. ബാബിലോൺ പ്രവാസത്തിൽ അടിമത്തത്തിൽ കഴിയുന്നൊരു ജനതയോട് ദൈവം പറയുന്ന വചനമാണ്, നീ എനിക്ക് വിലപ്പെട്ടതാണ്. യെശയ്യാ 43:1 യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നമ്മൾ ഈ വചനം വെച്ച് ധ്യാനിക്കണം. കാരണം നമ്മൾ ഒരു അടിമത്തത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങേയറ്റം ദാരുണമായ അവസ്ഥയിൽ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നൊരു ജനത അവരടിമത്തത്തിലായി. ദൈവകൽപ്പനകൾ തെറ്റിച്ചതുകൊണ്ട് അവരടിമത്തത്തിലായി. ഈ അടിമത്തത്തിൽ എത്തിയ ഈ ജനത അടിമത്തത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും പേറുമ്പോൾ അടിമത്തത്തിൻ്റെ നാട്ടിൽ അവർക്ക് ഒരു വിലയുമില്ല. ഒരു നായയുടെ മനുഷ്യനായിട്ടവരെ കരുതുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ജനതയോട് ദൈവം പറയുകയാണ്, യാക്കോബെ, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു, നീ എൻ്റേതാണ്. 4 വചനം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ്. നമ്മളെ പലപ്പോഴും ഞെട്ടിക്കുന്നൊരു വചനമാണ്, നീ എനിക്ക് നമ്മൾ ആരെയാണ് ബഹുമാനിക്കുന്നത്? ഇത് ദൈവം പറയുകയാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിലയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിലയില്ല. ഇന്ന് ഒരുപാട് പേര് പറയുന്നു, അച്ഛാ, കഴിഞ്ഞ ദിവസം ഒരു സങ്കടത്തോടെ ഒരു അപ്പൻ എന്നോട് പറഞ്ഞതാ, അച്ഛാ, എനിക്കൊരു വിലയില്ല അച്ഛാ, ജോലി ഇല്ലാതായി, ഇപ്പോൾ ഒരു വിലയും ഇല്ല. മക്കൾ ഒരു കാര്യം പോലും എന്നോട് പറയാറില്ല. പ്രിയപ്പെട്ടവരെ, ഒരായുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച അപ്പൻ, വിശുദ്ധമായ ജീവിതം നയിക്കുന്ന അപ്പൻ, ഈ അപ്പന് മക്കൾക്ക് വിലയില്ല, ബഹുമാനമില്ല, ഒരു കാര്യം പറയാറില്ല, അല്ലേ? ഇതാണ് നമ്മൾ മനുഷ്യരിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യം. അങ്ങനെയുള്ള അവസ്ഥയിൽ എല്ലാ കൽപ്പനകളും തെറ്റിച്ച് അടിമത്തത്തിലേക്ക് പോയി ബാബിലോൺ രാജാവിൻ്റെ അടിമകളായിട്ട് ജീവിക്കുന്നു. ഒരു വിലയുമില്ലാത്ത ആ ജനതയെ നോക്കി ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റേതാണ്, നീ എനിക്ക് ബഹുമാന്യനും വിലയുള്ളവനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ വിലയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കുറച്ച് നാൾ മുമ്പ് കോയമ്പത്തൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു പെൺകുട്ടി ധ്യാനിക്കാൻ വേണ്ടി വന്നു. ഇവൾ പഠനമെല്ലാം കഴിഞ്ഞ് നല്ല ജോലി ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നൊരു പെൺകുട്ടി. നല്ല സ്നേഹാന്തരീക്ഷത്തിലുള്ള ഒരു കുടുംബം. പപ്പൻ അമ്മയൊക്കെ ജോലിക്കാരാണ്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പൻ. ഇപ്പോൾ ഈ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആദ്യം വന്നത് ഈ കുട്ടിയുടെ പേരൻസാണ്. അവർ പറഞ്ഞു, അച്ഛാ, എന്നും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു, ഇപ്പോൾ പോകുന്നില്ല.
എല്ലാവരോടും വളരെ സന്തോഷമായിരുന്നു. ഇപ്പോൾ മുറി അടച്ചിരിക്കുന്നു. ഓഫീസിൽ നിന്ന് വരും, കാർ ഓടിച്ച് അവർക്ക് കാറുണ്ട്, കാർ ഓടിച്ച് ഓഫീസിൽ പോകുന്നു, ഓഫീസിൽ നിന്ന് വരും, മുറിയിൽ കയറും, ആരോടും ഒന്നും മിണ്ടുന്നില്ല. മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. വീട്ടിലേക്ക് അവൾ വന്നാൽ ഒരു ഉത്സവം പോലെ, ഒരു ആഘോഷം പോലെയായിരുന്നു. അത്ര പഠിച്ച കാലഘട്ടത്തിൽ അത്രയും പഠിക്കുന്ന, അത്രയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, എല്ലാ നന്മകളുമുള്ള, പക്ഷെ എന്ത് ഞങ്ങളുടെ ഒരു അഭിമാനത്തിൻ്റെ വിഷയമായിരുന്നു ഞങ്ങളുടെ മകള്. അപ്പോൾ ഞങ്ങൾ എന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരണം? ഞാൻ പറഞ്ഞു ധ്യാനത്തിന് പറഞ്ഞു വിടുക. അങ്ങനെ വന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു. ഈ സഹോദരി എൻ്റെ അടുത്തിരിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ വെറുതെ ബൈബിൾ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ബൈബിൾ എടുത്ത് വായിക്കുക. അപ്പോൾ ഏത് ഭാഗമാണ് വായിക്കണം? നാം പറഞ്ഞു, നീ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം മനസ്സിൽ, ഈശോയെ, എല്ലാത്തിനുപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ ഇങ്ങനെ പറയണം. നീ കണ്ണടച്ച് ബൈബിൾ എടുത്തോളുക. ബൈബിൾ എടുത്തു. അവളുടെ കയ്യിലൊരു ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കണം, ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കണം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് ബൈബിൾ എടുക്കുക. ഇവള് അങ്ങനെ പ്രാർത്ഥിച്ചു. ബൈബിൾ തുറന്ന് ആദ്യത്തെ വചനം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ വചനമാണ്. നീ എനിക്ക് വിലയുള്ളവളും ബഹുമാനിയുമാണ്. നീ എനിക്ക് വിലയുള്ളവളും ബഹുമാനിയുമാണ്. ഇത് വായിച്ചതിന് ശേഷം ഈ സഹോദരനോട് ചോദിച്ച ചോദ്യമുണ്ട്, അച്ഛാ, എന്താ ഈ വചനത്തിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞു, എന്താ നിനക്ക് മനസ്സിലായത്? ദൈവം ബഹുമാനിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവളാണ് ഞാൻ എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ അച്ഛാ, ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ടായിട്ട് വൈ ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? അച്ഛാ, ഞാൻ പറയാം. ഞാൻ ഒത്തിരി ദൈവത്തോട് ചോദിച്ചതാണ്, ഈ ബന്ധം കറക്റ്റാണോ? അച്ഛാ, എന്നോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് സ്കൂൾ പഠനം പൂർത്തിയായി, കോളേജ് പഠനം പൂർത്തിയായി, ജോലിയിൽ പ്രവേശിച്ചു. നല്ല ജോലിയിൽ പ്രവേശിച്ചപ്പോൾ, ഞാനിപ്പോൾ 2ാമത്തെ കമ്പനിയിലാണ്, അവരുടെ ഹെഡ് ഓഫീസിലാണ്. ആദ്യത്തെ കമ്പനിയിൽ വച്ച് അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ആദ്യം സൗഹൃദമായിരുന്നു, പരിചയമായിരുന്നു. പിന്നീട് ആ പരിചയം കൂടുതൽ ഒരു ബന്ധത്തിലേക്ക്, ഒരു സ്നേഹത്തിലേക്ക് വളർന്നു. അത് വളർന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്കിഷ്ടമില്ലാത്തതാണെങ്കിൽ അത് വേണ്ട. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു അച്ഛാ. പക്ഷേ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു തെറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ആ വ്യക്തിയെ മനസ്സുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് അംഗീകരിച്ചു. ഞാൻ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ഭർത്താവിനെ, ഒരു പുരുഷനെ ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ലവ്, എൻ്റെ ആദ്യത്തെ ഒരു സ്നേഹം, അഫയർ ആയതുകൊണ്ട് ഞാൻ അത്രയും സീരിയസ് ആയിരുന്നു. ഡാഡിയോടും മമ്മിയോടെല്ലാം പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, ഇത് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ മറ്റ് പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചോ അധികം ഞാൻ ചോദിച്ചില്ല. എന്നോട് സംസാരിക്കുന്നതും എന്നോട് പെരുമാറുന്നതും നല്ലതായിട്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ സംഭവിച്ച കാര്യം എനിക്കറിയില്ല. എന്നെ ഫോണിൽ മറ്റ് ഇതിലെല്ലാം എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ വിളിച്ചാൽ എടുക്കാറില്ല. ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. കമ്പനിയിൽ നിന്ന് മാറി വേറെ കമ്പനിയിലേക്ക് പോയി. എനിക്കറിയില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബൻസായി. എനിക്കൊന്നിലും താല്പര്യമില്ല. വീട്ടിൽ, ജോലിയിൽ, പ്രാർത്ഥനയിൽ, ഒന്നിനും ഞാനാകെ തകർന്നു പോയി. കാരണം അത്രയും ഞാൻ സീരിയസ് ആയിരുന്നു. എന്തുകൊണ്ട് ദൈവം എനിക്കിത് അനുവദിച്ചു?
വളരെ നിസ്സഹായമായിട്ട്, വളരെ ഓപ്പണായിട്ട് ചോദിക്കുക. കാരണം അവൾ അത്രയും ചലഞ്ചഡായി, അത്രയും ഡിസ്റ്റർബ്ഡായി ഈ ഒരു പ്രശ്നത്തിൽ. അത്രയും സീരിയസ് ആയിരുന്നു ആ റിലേഷനിൽ. ഡാഡിയോടും മമ്മിയോടൊക്കെ പറഞ്ഞു, അമ്മ എന്നോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു വെച്ചാൽ അവൾ അങ്ങനെ സാധാരണ രീതിയിലുള്ളതല്ല. അവൾ അത്രയും ആലോചിച്ചുറപ്പിച്ച് തീരുമാനം എടുക്കൂ. പ്രിയപ്പെട്ടവരൊരു കാര്യം ഓർക്കുക, നമ്മുടെയൊക്കെ തീരുമാനത്തിലും ഡിസിഷനിലും നമ്മുടെ ഇഷ്ടവും നമ്മുടെ ചിന്തകളും തെറ്റിപ്പോകാം. ഞാൻ പറഞ്ഞു, നീ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഇത് യേശു നിന്നോട് പറയുന്നൊരു വചനമാണ്. നീ വചനം വെച്ച് പ്രാർത്ഥിക്കുക. നീ ഇപ്പം എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തു. എനിക്കറിയില്ല. പക്ഷെ ദൈവം നിന്നോട് പറയുന്നത്, ദൈവം ഇത് ചെയ്തിരിക്കുന്നത് നീ വിലയുള്ളത് കൊണ്ടാണ്. അവൾ പോയി. ഒരു 2 മാസം കഴിയുന്നു. എന്നെ ഫോണിൽ വിളിച്ചു, അച്ഛാ അത്യാവശ്യമായിട്ട് എനിക്ക് കാണണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഈ സമയത്താണെങ്കിൽ ഞാൻ ഇവിടെ ധ്യാനകേന്ദ്രത്തിലുണ്ട്. ഡ്രൈവ് ചെയ്ത് ധ്യാനകേന്ദ്രത്തിൽ വന്നു. എൻ്റെ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വരുമ്പോൾ അവളുടെ കയ്യിൽ തലേ ദിവസത്തെ പത്രമുണ്ട്. ഈ പത്രം അവൾ എൻ്റെ മുറിയിൽ വന്ന് എൻ്റെ ടേബിളിൽ വെച്ച് പത്രം ഓപ്പൺ ചെയ്തു. തമിഴ് പത്രമാണ്. ഒരു സ്റ്റോറി, ഒരു തമിഴ് ന്യൂസ് ചൂണ്ടിക്കാണിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അവൾ പറഞ്ഞു, അച്ഛാ നോക്ക്, 2 ചെറുപ്പക്കാർ ലഹരി വസ്തുക്കളുമായിട്ട് പിടിയിൽ. ഇവരാരാണെന്നറിയാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 3 വർഷങ്ങളായിട്ട് ഇവരെ പോലീസ് അന്വേഷിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതെന്തിനാ നീ എന്നെ കാണിക്കുന്നത്? അച്ഛാ, അതിൽ ആദ്യത്തെ പേര്, ആ പേരുകാരനെയാണ് ഞാൻ സ്നേഹിച്ചിരുന്നത്. ആ പേരുകാരൻ, അവൻ കഴിഞ്ഞ 8 മാസം 6 മാസം 6.5 മാസം വിളിക്കാതിരുന്നതിനെ ഓർത്താണ് ഞാൻ കരഞ്ഞത്. അവനെയാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തത്. എനിക്ക് അവൻ്റെ കൂടെ ഇത്ര ജോലി ചെയ്തപ്പോഴും പരിചയപ്പെട്ടപ്പോഴും സംസാരിച്ചപ്പോഴും ഇങ്ങനൊരു കാര്യം തോന്നിയില്ല. ഇതായിരുന്നു അവൻ. വളരെ ലക്ഷറിയാണ്. കാറ്, പെരുമാറ്റം എല്ലാം നമുക്ക് തോന്നില്ല. കാറൊക്കെ അല്ലെങ്കിൽ നടക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതും അങ്ങേയറ്റം ഡീസൻ്റായിട്ട്. പക്ഷേ അച്ഛാ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ ബന്ധത്തിൽ നിൽക്കുമ്പോൾ എനിക്കാദ്യമായിരുന്നു. പക്ഷേ എങ്ങനെ നിന്നോട് പറയും? ഓർക്കുക, അവളോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഒരു പക്ഷേ ഞാൻ അവനുമായിട്ട് ഇന്ന് ആ ബന്ധത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഈ ന്യൂസിൽ വരേണ്ട മറ്റൊരു പേരായിരുന്നിരിക്കാം ഞാൻ. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കൂട്ടുകാരൊക്കെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോഴൊക്കെ പിക്നിക്കിന് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ബിയർ കഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഒരു ലഹരി വസ്തു കൈകൊണ്ട് തൊട്ടിട്ടില്ല അച്ഛാ. പക്ഷേ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നീ വിലയുള്ളതാണെന്നാണ് ആദ്യം നിന്നോട് പറഞ്ഞത്. കാരണം നിനക്കിഷ്ടപ്പെട്ട ഒരാളെ, നിൻ്റെ ബുദ്ധിക്ക്, നിൻ്റെ യുക്തിക്ക്, നിൻ്റെ തീരുമാനത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ നീ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, നിനക്കിഷ്ടം തോന്നി. പക്ഷേ നീ വിലയുള്ളതാണ്. നിനക്കൊന്നും സംഭവിക്കരുതെന്ന് നിന്നേക്കാൾ, നിൻ്റെ മാതാപിതാക്കളെക്കാൾ നിർബന്ധമുള്ളൊരു ദൈവം, ആ ദൈവമുണ്ട്. കാരണം നിനക്ക് വേണ്ടി വില കൊടുത്തത് അവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമുക്ക് വേണ്ടി വില കൊടുത്തത് നമ്മൾ വചനത്തിൽ വായിക്കും. 1 കൊറിന്തോസ് 6-ാം അധ്യായം 20-ാമത്തെ വചനം, 1 Corinthians chapter 6 verse 20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ വില അതല്ലേ, നിനക്ക് പകരമായി ഞാൻ ജനതകളെ കൊടുക്കും, നിനക്ക് പകരമായി ഞാൻ ദേശങ്ങളെ കൊടുക്കും. യെശയ്യാ 43 പറയുക, നിനക്ക് പകരമായി ഞാൻ ദേശങ്ങളെയും ജനതകളെയും കൊടുക്കും. കാരണം നീ എനിക്ക് വിലയുള്ളതാണ്. ഈ വചന ശുശ്രൂഷ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: നമ്മൾ വിലയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വില? അത് യേശു കൊടുത്ത, നമുക്കറിയാം, യേശുവിൻ്റെ നാമത്തിലാണ് ഒരു കുഞ്ഞ് മാമോദിസ മുങ്ങുമ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ്
ഒരു വിവാഹം ആശീർവദിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ്. ഒരു പുരോഹിതനാവുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും വിലയുള്ളതാണ്. നിൻ്റെ കുടുംബം, നിൻ്റെ ദാമ്പത്യ ജീവിതം വിലയുള്ളതാണ്. വില കൊടുത്തിട്ടുണ്ട് യേശു. യേശുവിൻ്റെ രക്തം, യേശുവിനെ മോചനദ്രവ്യമായി കൊടുത്തിട്ടാണ് നിന്നെ വാങ്ങിയിരിക്കുന്നത്. നീ വിലയുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഒരു പക്ഷേ എന്നെ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ഒരു പാപത്തിലായിരിക്കാം, ഒരു പക്ഷേ ഒരു തകർച്ചയിലായിരിക്കാം. പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നു: നീ വിലയുള്ളതാണ്, നിനക്ക് വിലയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്. അതാണ് ദൈവം പറയുന്നത്. അതാണ് ദൈവം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന വചനം. നമ്മൾ വിലയുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഈ വില തിരിച്ചറിയണം. ഞാൻ വിലയുള്ളതാണ് എന്ന് തിരിച്ചറിയണം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു നോട്ട് കെട്ട് വെച്ചു, അവിടെ ഇരുന്ന മഷി ആ നോട്ട് കെട്ടിൽ വീണു. ആ നോട്ടിൻ്റെ അല്ലെങ്കിൽ ആ രൂപയുടെ എഴുത്തുകളെല്ലാം മാറി. എല്ലാ കടകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ പറയും, അതിന് ഇതെടുക്കില്ല, ഇതെടുക്കാൻ പറ്റില്ല, ഇത് ചിലവാകില്ല. അതേ നോട്ട് നമ്മൾ കൊണ്ടുപോയി റിസർവ് ബാങ്കിൻ്റെ ഒരു കൗണ്ടറിൽ കൊടുത്താൽ അവർ കൗണ്ടർ നമ്പർ ചെക്ക് ചെയ്യും. അവർ ആ നോട്ട് വാങ്ങി വയ്ക്കും. അവരുടനെ അതിന് പുതിയ നോട്ട് ഇഷ്യൂ ചെയ്യും. കാരണം ഇത്രയേ ഉള്ളൂ. ഒരു പേപ്പർ എടുത്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് അതിന് 500 എന്ന വില ഇട്ടിരിക്കുന്നത് അവരാണ് വിലയിട്ടത്. റിസർവ് ബാങ്കാണ് വിലയിട്ടത്. ഇതിന് വിലയുണ്ട്. ആ വിലയിട്ടവനാണ് വിലയുള്ളത്. വിലയുണ്ട് ഇതിന്. ശരിയാണ്, ഇതിനെ കൊണ്ടു നടന്ന സ്ഥലത്ത് മീൻകാരൻ പോലും മേടിക്കുന്നില്ല, ആരും മേടിക്കുന്നില്ല, ഒരാളും മേടിക്കുന്നില്ല, ഒരാൾക്കും വിലയില്ലത്. പക്ഷേ അതുകൊണ്ടുപോയി നീ ഇന്ത്യയുടെ പരമോന്നത ബാങ്കിൽ എത്തിക്കുമ്പോൾ അതിന് വിലയുണ്ട്. അതാണ് ഒരുപക്ഷെ നീ ജോലി ചെയ്യുന്നിടത്ത്, ഒരുപക്ഷെ നീ അനുദിനം ജീവിക്കുന്നിടത്ത്, നീ ജീവിക്കുന്ന കുടുംബത്തിൽ, നീ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിനക്ക് വിലയില്ല. പക്ഷേ നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് വിലയുണ്ട്. കാരണം ആ ദൈവമാണ് നിനക്ക് വില കൊടുത്തത്. അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വിലയുള്ളവരാണ്. ലൂക്ക 12:7. നിൻ്റെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, വിലയുള്ളവരാണ്. ഇതാണ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ ദൈവം, നിനക്ക് വില കൊടുത്ത ദൈവം, നിനക്ക് വിലയിട്ട ദൈവം നിന്നോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: നിനക്ക് വിലയുണ്ട്, നീ വിലയുള്ളവനാണ്, നീ വിലയുള്ളവളാണ് എന്നതാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ പല അവസ്ഥയിലായിരിക്കാം. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനുണ്ട്. പ്രിയപ്പെട്ടവരെല്ലാ തിന്മകളും കൂട്ടുകെട്ട്, നൈറ്റ് ബാർ, നൈറ്റ് ക്ലബ്ബ്, എല്ലാ തിന്മകളും, വിവാഹത്തിന് മുമ്പ് പരസ്ത്രീ ബന്ധം, ആ സ്ത്രീയിൽ ഒരു കുട്ടി, ഇങ്ങനെ എല്ലാ തിന്മകളും. പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടി, ആ മകന് വേണ്ടി മോണിക്ക എന്നൊരു അമ്മ പ്രാർത്ഥിച്ചു. നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം, അഗസ്റ്റിൻ ഉയർത്തെഴുന്നേറ്റ അഗസ്റ്റിനായിട്ട് മാറി, വിശുദ്ധ അഗസ്റ്റിനായിട്ട് മാറി. പരിശുദ്ധ കത്തോലിക്ക സഭ കണ്ടതിൽ ഏറ്റവും വലിയ സഭാ പണ്ഡിതനായിട്ട് മാറി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. അവിടെ മാറി എന്നതല്ല, അഗസ്റ്റിൻ വിശുദ്ധനായി എന്നതല്ല, ഈ നീണ്ട വർഷങ്ങൾ അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ച മോണിക്ക വിശുദ്ധയായ മോണിക്കയായി മാറി. ഇതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വരിക. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ വിലയുണ്ട്. ആ വില നഷ്ടപ്പെടരുത്. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ എനിക്ക് വിലയുണ്ട്. അത് മറ്റുള്ളവർ നൽകുന്നതല്ല, മറ്റുള്ളവർ തരുന്നതല്ല. ശരിയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നീ വിലയില്ലാത്തവനാണ്, നീ വിലയില്ലാത്തവളാണ്. ഒരു പക്ഷേ ആരും ബഹുമാനിക്കാത്ത, ആരും മാനിക്കാത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവം നിന്നെ മാനിക്കുന്നു എന്ന് വചനം നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക. അതാണ്
പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം. ഇസ്രായേലെ, നീ എൻ്റേതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നീ എൻ്റേതാണ്. യാക്കോബേ, നീ എൻ്റേതാണ്. ദൈവം പുതിയ ഇസ്രായേലായ നിന്നെ നോക്കി എന്നെ നോക്കി പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നീ എൻ്റേതാണ്, നീ എൻ്റേതാണ് എന്ന് പറയുക. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അല്ലേ? നമ്മൾ ഓർത്ത് നോക്കുക, ഒരു വിലയില്ലാത്തവനെക്കുറിച്ച് വചനം പറയുക, അമ്മ മറന്നാലും മറക്കില്ല, നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിലുണ്ട്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, നീ വിലയുള്ളവനാണ്, നീ ബഹുമാനാണ്. ഏത് ഗ്രന്ഥമാണ് ലോകത്തിൽ ഇതുപോലെ പറയുന്നത്? ഏത് ഗ്രന്ഥമാണ് പറയുന്നത്? അടിമ ആരാണെന്ന് ഞാൻ പറഞ്ഞു. അടിമകളാണ്, പന്നിക്കുഴിയിൽ ജോലി ചെയ്യുന്നു. ഇവന്മാർ പന്നിക്കുഴിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആരുടെ? ബാബിലോൺ രാജാവിൻ്റെ. അടിമ വേല ചെയ്തുകൊണ്ടിരിക്കുക. അവനെ നോക്കി പറയുക, അമ്മ മറന്നാലും ഞാൻ മറക്കില്ല, നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിലുണ്ട്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിക്കുന്നു, നീ എൻ്റേതാണ്, നീ ബഹുമാനനാണ്, നീ വിലയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ യേശുവിലേക്ക് നടക്കുക, യേശുവിലേക്ക് എത്തുക. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തരുന്ന വചനം ഇതാണ്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43 അധ്യായം 4 വചനം. നമ്മൾ ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഏശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. നീ എനിക്ക് വിലയുള്ളവനും ബഹുമാനനുമാണ്. ഈ വചനം ആവർത്തിച്ച് നമ്മൾ പറയുക. ഞാൻ യേശുവിന് വിലയുള്ളതാണ്, ഞാൻ യേശുവിൻ്റേതാണ്. ഈ വചനം ആവർത്തിച്ച് പറയുക. നമ്മൾ അഭിഷേകത്തിലേക്ക് വരിക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. 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 തന്റെ ജനത്തിന് ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ. ജനത്തിനു ജീവനായി തീർന്നവൻ ഇന്നും വസിക്കുന്നീ കൂദാശയിൽ. ഇന്നും വസിക്കുന്നീ കൂദാശയിൽ. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെ ഇതാ. നമ്മുടെ ഇടയിലിതാ നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെ ഇതാ. മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി.
ജീവന്റെ അപ്പമായി. മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി. തന്റെ ജനത്തിനു ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ. തന്റെ ജനത്തിനു ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ. ഇന്നും വസിക്കും നീ കൂദാശയിൽ. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ. താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ. കരങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഉയർത്താം. കരങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉയർത്തുമ്പോൾ ഇതാ വചനം പറയുന്നു, യേശു എതിരെ വരുന്നത് കണ്ടപ്പോൾ അവർ അവൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് വിശുദ്ധ കുർബാന ലോകത്തിൽ എവിടെയെല്ലാം എഴുന്നള്ളിച്ചു വെച്ചിട്ടുണ്ടോ അവിടെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരോട് ചേർന്ന് എവിടെയെല്ലാം ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം വെളിപ്പെട്ട് സഭ കൊടുത്തിരിക്കുന്നുവോ അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ചേർന്ന് ഈശോയെ അനേകം പേരുടെ പ്രാർത്ഥനയോട് ആരാധനയോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന നാഥ, ആരാധന, ആരാധന, ആരാധന നാഥ, ആരാധന, ആരാധന, ആരാധന നാഥ, ആരാധന. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ദുഃഖങ്ങൾ, ഇപ്പോൾ ഞാനായിരിക്കുന്ന രോഗാവസ്ഥ, ഇപ്പോൾ ഞാനായിരിക്കുന്ന പ്രശ്നം ഈശോയെ സമർപ്പിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. സങ്കീർത്തനം 103 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ പുകഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ മറക്കരുത്. അവിടുന്ന് നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. യേശുവേ, ഈ നിമിഷം എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞാനായിരിക്കുന്ന വേദനയിൽ, ഞാനായിരിക്കുന്ന സങ്കടത്തിൽ, ഞാനായിരിക്കുന്ന രോഗപീഠയിൽ നിന്ന് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന നാഥ, ആരാധന, ആരാധന, ആരാധന നാഥ, ആരാധന. കുടുംബത്തിലെ ഓരോ വ്യക്തികളോടും ചേർന്ന് കുടുംബം ഒരുമിച്ച്, ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ദൂരങ്ങളിലായിരിക്കുന്നവർ, ജോലി സ്ഥലത്ത്, പഠിക്കുന്നിടങ്ങളിൽ, ബിസിനസ്സിൻ്റെ ഇടങ്ങളിൽ, ഹോസ്റ്റലിൽ ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൂരങ്ങളിലായിരിക്കുന്ന
നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും മനസ്സിൽ കണ്ട് നമ്മുടെ കുടുംബം ഒരുമിച്ച് നമ്മുടെ കുടുംബത്തെ ദൈവം ഇതുവരെ കാത്തുപരിപാലിച്ചതിനെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തെ ആരാധിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ. ഇപ്പോൾ എൻ്റെ കുടുംബം, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം, പ്രസൻറ്റ് പ്രോബ്ലം, ഇപ്പോഴത്തെ പ്രശ്നം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഏത് പ്രശ്നമാണ് എന്നെ അലട്ടുന്നത്? ഒരുപക്ഷെ ഇന്നലെ വരെ ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് എൻ്റെ ജീവിതത്തിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രശ്നം, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ, ഇന്ന് ഞാൻ അറിഞ്ഞ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം, ഇന്ന് ഞാൻ കേട്ട അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്ത, ആ വാർത്തയെ, ആ കാര്യത്തെ, ഇപ്പോഴത്തെ എൻ്റെ മനസ്സിലെ ഭാരത്തെ, ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രോബ്ലത്തെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പിന്നിലെ ദൈവിക പദ്ധതി ഞങ്ങൾക്കറിയില്ല കർത്താവേ. അതിൻ്റെ അപ്പുറത്തെ ദൈവിക മഹത്വം ഞങ്ങൾക്കറിയില്ല കർത്താവേ. അതെങ്ങനെ നന്മയാകുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ കാതിലെത്തിയ, ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന പ്രസൻറ്റ് പ്രോബ്ലത്തെ യേശുവേ ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വചനമാണ് നമ്മൾ ധ്യാനിച്ചത്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. നൽകും എന്നല്ല, ഫ്യൂച്ചർ ടെൻസിലല്ല, പ്രസൻറ്റ് ടെൻസിൽ നൽകുന്നു. ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞു വയ്ക്കുകയല്ല ആ വാഗ്ദാനം. ആ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത ഇതാ ഇങ്ങനെയാണ്: നീ എനിക്ക് വിലപ്പെട്ടവൻ, ബഹുമാന്യൻ, പ്രിയങ്കരൻ ആയതുകൊണ്ട്. നീ എനിക്ക് വിലപ്പെട്ടവനായിരുന്നുവെന്നല്ല പറയുന്നത്, നീ വിലപ്പെട്ടവനാകുമെന്നല്ല, നീ വിലപ്പെട്ടവൻ, പ്രിയങ്കരൻ, ബഹുമാന്യൻ ആയതുകൊണ്ട്. എന്ത് ഞാൻ ചെയ്യുന്നു? ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്: നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. നമുക്കറിയാം ആ സെൻറ്റൻസ് പോകുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. നീ വിലപ്പെട്ടവനാണ്, നീ പ്രിയങ്കരനാണ്, നീ ബഹുമാന്യനാണ്. നീ ആയിരുന്നു എന്നല്ല, നീ ആകും എന്നല്ല, നീ ആണ്. നിനക്ക് നൽകും എന്നല്ല, നിനക്ക് ഞാൻ പകരം നൽകുമെന്നല്ല, നൽകുന്നു. ശ്രദ്ധിക്കുക, അത് പ്രസൻറ്റ് ടെൻസിൽ ഉള്ള ഒരു വാഗ്ദാനമാണ്. നിനക്ക് ഞാൻ നൽകും. ഫ്യൂച്ചറിൽ എപ്പോഴും നൽകാൻ പോകുന്നൊരു വാഗ്ദാനത്തെക്കുറിച്ചല്ല. ഇന്നലകളിൽ നീ പ്രിയപ്പെട്ടവനായിരുന്നു എന്നതിനെക്കുറിച്ചല്ല. നാളെ നീ പ്രിയപ്പെട്ടവനാകും, പ്രിയപ്പെട്ടവളാകും എന്നതിനെക്കുറിച്ചല്ല. യു ആർ പ്രഷ്യസ്. നീ ഇപ്പോൾ എനിക്ക് വിലയുള്ളതാണ്. നീ ഇപ്പോൾ എനിക്ക് പ്രിയങ്കരനാണ്. നീ ഇപ്പോൾ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഇതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാനിപ്പോൾ നിനക്ക് പകരമായി അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തെ സമർപ്പിക്കുക. ഇന്നാണ് രക്ഷ. ഇതാണ് രക്ഷയുടെ സമയം. ഇപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഈ വചനം ഇപ്പോഴാണ്. ഇപ്പോൾ നീ എനിക്ക് വിലയുള്ളതാണ്. ഇപ്പോൾ നീ എനിക്ക് ബഹുമാനാണ്. ഇപ്പോൾ നീ എനിക്ക് പ്രിയങ്കരനാണ്. നിനക്ക് പകരമായി ഞാൻ നൽകുന്നു ജനതകളെയും, പകരമായി ജനത്തെയും ഞാൻ നൽകുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അത് പ്രസൻറ്റ് ടെൻസിലാണ്. അത് പ്രസൻറ്റ് ടെൻസിൽ ദൈവം നൽകുന്നൊരു വാഗ്ദാനമാണ്. ഞാൻ നിനക്ക് നൽകുന്നു. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ, ഈ അവസ്ഥ ആരുടേതാണ്? നമുക്കറിയാം. ഇപ്പോൾ ഇസ്രായേൽ ജനത്തോട് ഇത് പറയുമ്പോൾ ഇസ്രായേൽ ജനം അടിമത്തത്തിലാണ്. ബാബിലോൺ അടിമത്തത്തിൽ കഴിയുന്നു. അപ്പോഴാണിത് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു വിലയുമില്ലാതിരുന്നപ്പോൾ ദൈവം പറയാം, നീ വിലയുള്ളതാണ്, നീ ബഹുമാനനാണ്. അടിമത്തത്തിൽ കഴിയുകയാണ്. മറ്റുള്ളവരുടെ
മറ്റുള്ളവർക്ക്, രാജാവിന്, മറ്റൊരു ദേശക്കാർക്ക് പാദരക്ഷ ചെയ്ത് അടിമയിൽ അവരിട്ട് കൊടുക്കുന്ന എച്ചിൽ ഭക്ഷിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുക. അവരോട് പറയുക, നീ വിലയുള്ളവനാണ്, നീ ബഹുമാനനാണ്, നീ പ്രിയങ്കരനാണ്. തീർന്നില്ല, അവിടെ അവസാനിപ്പിക്കരുത് വചനവായന, മുമ്പോട്ട് പോവുക. പിന്നെ ഓരോ അധ്യായത്തിലും 49 പറയും, നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിലുണ്ട്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. കണ്ടോ, ഇത് എന്നോട് ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ആരാധനയുടെ മുമ്പിൽ, ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ, ഈ സ്ക്രീനിൽ കാണുന്ന വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നീ എന്ന ദൈവഭക്തൻ നിൽക്കുമ്പോൾ നിന്നോട് ഇന്ന് ദൈവം പറയുന്ന വചനമാണത്. ഇന്ന് നിൻ്റെ കുടുംബത്തിൽ ദൈവം പറയുന്ന, ഇന്ന് നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം പറയുന്ന, ഇന്ന് തകർന്നു നിൽക്കുന്ന നിൻ്റെ സാമ്പത്തിക മേഖലയിൽ ദൈവം പറയുന്ന വചനമാണ്. നീ വിലയുള്ളവനാണ്. ഒരു പക്ഷേ ഒരുപാട് ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട് അപമാനിതനായിട്ട് നിൽക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ ദുശീലങ്ങൾ, മദ്യപാനം, പല പ്രശ്നങ്ങൾ നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ നിനക്ക് പകരമായി ഞാൻ ജനതയെ നൽകുന്നു. നീ പ്രിയപ്പെട്ടവനാണ്, നീ വിലയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വീണ്ടും ഈശോ പറഞ്ഞു. ഈശോ ഇത് പറഞ്ഞത് ലൂക്ക 12 ലൂക്ക 12:7 ഈശോ പറഞ്ഞു, നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, വിലയുള്ളവരാണ്. തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു ദിവസം കുളിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ കൊഴിഞ്ഞു വീഴുന്ന ഒന്ന് തലമുടി. നമ്മൾ പോലും കെയറല്ല നമ്മുടെ തലമുടിയുടെ കാര്യത്തിൽ. എത്ര തലമുടി നമുക്കുണ്ട്, അല്ലെങ്കിൽ എത്ര തലമുടി ഒരു ദിവസം കൊഴിഞ്ഞു വീഴുന്നു. വി ആർ നോട്ട് അറ്റ് ഓൾ കെയർ അബൌട്ട് ദാറ്റ്. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരല്ല. പക്ഷേ അത്രയും നമ്മുടെ ശരീരത്തിലെ നിസ്സാര കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ സില്ലി ഡീറ്റെയിൽസ്, ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും നമുക്ക് പോലും ശ്രദ്ധയില്ലാത്തൊരു കാര്യത്തെ ശ്രദ്ധിക്കുന്നൊരു ദൈവത്തിൻ്റെ കീഴിലാണ് നീ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്ക് ആർക്ക് ശ്രദ്ധയുണ്ട്? ഈ പറഞ്ഞ ഉദാഹരണം, ഈശോ പറഞ്ഞ ഈ ഉദാഹരണം, ഈശോയാണ് ഈ ഉദാഹരണം പറയുന്നത്. തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒട്ടും നമ്മൾ ശ്രദ്ധിക്കാത്ത, ഒരു കൺസേൺ അല്ലാത്ത, ഒരു ബോധേഡ് അല്ലാത്ത ഒരു കാര്യം, ആ കാര്യത്തെ ഞാൻ ശ്രദ്ധിക്കുന്നു, ദൈവം ശ്രദ്ധിക്കുന്നു പറയുക. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൺസേൺ അല്ല ഈ കാര്യത്തെക്കുറിച്ച്. തലമുടി എത്രയുണ്ട്, തലമുടി എത്ര പോകുന്നു, കൺസേൺ അല്ല. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ അപ്പോൾ ഇത് കൺസേൺ ആണെന്ന് പറയുന്നൊരു ദൈവത്തോട് നമ്മൾ പറയുകയാണ്, ദൈവം കാണുന്നില്ലല്ലോ എൻ്റെ കുടുംബത്തിലെ ക്യാൻസർ, ദൈവം കാണുന്നില്ലല്ലോ എൻ്റെ കടബാധ്യത, ദൈവം കാണുന്നില്ലല്ലോ എൻ്റെ പ്രശ്നം. അത് ഒരിക്കലും ബൈബിൾ പരമായിട്ട് യുക്തിപരമായൊരു ചോദ്യമല്ല. കാരണം നിന്റെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, അത്രയും നീ വിലയുള്ളവനാണെന്നൊരു ദൈവം പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവമേ ഈ തകർച്ച കാണുന്നില്ലേ, ഈ കടബാധ്യത കാണുന്നില്ലേ, ഈ രോഗം കാണുന്നില്ലേ, ഈ പ്രശ്നം കാണുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തേക്ക് മടങ്ങി വരാനാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിലാണ് നമ്മളുടെ ജീവിതം എന്നോർത്ത് നമ്മൾ നന്ദി പറയണം. അതിലേക്ക് വരിക. അതിനു മുമ്പ് ഈശോ പറയുന്ന മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. ഈശോ വളരെ കൃത്യതയോടെ ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈശോ പറയുക, നിങ്ങൾക്കറിയാമല്ലോ 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? നമുക്കറിയാം ഈ ഉപമ നമുക്ക് വളരെ ഫെമിലിയറായൊരു ഉപമയാണ്. നമുക്കറിയാം 5 കുരുവികൾ 2 നാണയത്തുട്ട്. അപ്പോൾ ഒരു നാണയത്തുട്ടിന് 2 കുരുവികളാണ്. 2 നാണയത്തുട്ടിന് 4, 2 നാണയത്തുട്ട് തന്നാൽ 4. പക്ഷേ 1 കൊടുത്ത് 2 കുരുവികളെ വാങ്ങുന്നു, ബലിയർപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. 2 കുരുവികളെ ബലിയർപ്പിക്കുന്നു, 1 നാണയത്തോട് കൊടുക്കുന്നു. അപ്പോഴാണ് 2 കൊടുത്ത് വാങ്ങിയാൽ 1 ഫ്രീ, 4 കിട്ടേണ്ടതാണ് 1 ഫ്രീ എന്ന് വെച്ചാൽ ദാറ്റ് 1 ഈസ് നോട്ട് കൗണ്ടഡ്. ആ 1 ഈ 2 നാണയത്തുട്ടിൽപ്പെട്ട വിലയിൽപ്പെട്ടതല്ല. ഈ 2 എന്ന നാണയത്തിൻ്റെ വിലയിൽ ഈ 1 ഇല്ല. 4 ഉള്ളൂ. 4 ഈ 2 എന്ന വിലയിലുള്ളൂ. 1 നാണയത്തുട്ടിന് 2 കുരുവികൾ വാങ്ങിപ്പോകുന്നു. അപ്പോഴാണ് കച്ചവടക്കാരൻ പറയുന്നത്, 2 നാണയത്തുട്ട് കൊടുത്താൽ 1 ഫ്രീ. അപ്പോൾ ആക്ച്വലി വില എന്തിനാ ഉള്ളത്? 4 ഉള്ളൂ. 1 നാണയത്തുട്ടിന് 2 നാണയത്തുട്ടിന് 4, പിന്നെ 5. അത് വിലയില്ലാത്തതാ. എന്നിട്ട് ഈശോ പറയുകയാണ്, ശ്രദ്ധിക്കുക, 2
5 കുരുവികൾ 2 നാണയത്തിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിലൊന്നു പോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. ഈ വിൽക്കുന്ന കച്ചവടക്കാരനോ അതിന് വിലയില്ല, അത് കൊടുത്തു വിടുകയാണ്. എന്നാൽ പറയുന്നു, ദൈവം അവിടെ പറയുക, അതിന് ആ ഉദാഹരണം എടുത്തിട്ട് പറയുകയാണ്. ആ ഉദാഹരണം എടുത്തിട്ടാണ് ഈശോ പറയുന്നത്. വളരെ ഫെമിലിയറാണ് ഈ ഉദാഹരണം യഹൂദർക്ക്. കാരണം അവർ ഡെയിലി അവർക്ക് അർപ്പിക്കാൻ പറ്റുന്ന ബലി വസ്തുവാണ് ഈ കുരുവി. ഡെയിലി ആടിനെയോ മാടിനെയോ ഒന്നും അർപ്പിക്കാൻ പറ്റില്ല. കുരുവി 2 നാണയത്തോട് കൊടുത്താൽ, 1 നാണയത്തോട് കൊടുത്താൽ 2 കുരുവിയെ കിട്ടും. ആ ഫെമിലിയറായിട്ടുള്ള, വളരെ ഫെമിലിയറായിട്ടുള്ള, അത്ര അവരുടെ ചിന്തയിലില്ല, അത്ര ഫെമിലിയറായിട്ടുള്ള ഒരു ഉപമയെടുത്തിട്ട് ഈശോ പറയുക, ആ ഒരു കുരുവി ഉണ്ടല്ലോ, ഈ 2 നാണയത്തൊട്ടിൽ പെടാതെ 5ാമതായി നിൽക്കുന്ന കുരുവി, അത് ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ വിലയുള്ളവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിലാക്കലിലേക്കാണ് നമ്മൾ വരേണ്ടത്. വിലയുള്ളവരാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതുമ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ വിലയുള്ളവരാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കുക. നമുക്കൊരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, വിലയുണ്ട്. ഒരു പക്ഷേ നമ്മൾ ദുരിതമെന്ന് പറയുന്ന ജീവിതം, ഈ ജീവിതം അവസാനിപ്പിച്ചാൽ മതി, കഷ്ടപ്പാടാണ്. എത്രയോ പേരാ പറയുന്നത്. ഒരു പക്ഷേ വിവാഹ ജീവിതത്തെ നോക്കി ദുരന്തമാണെന്ന് പറയുന്നവർ, കുടുംബത്തെ നോക്കി ദുരന്തമാണെന്ന് പറയുന്നവർ, എൻ്റെ സമർപ്പിത ജീവിതത്തിൽ ഞാൻ പെട്ടുപോയി എന്ന് ചിന്തിക്കുന്നവർ. എന്നാൽ ഒരു പക്ഷേ നിനക്ക് വിലയില്ലാത്ത, നീ ഒട്ടും വില കൊടുക്കാത്ത നിൻ്റെ ജീവിതത്തെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ദാമ്പത്യ ജീവിതത്തെ, സമർപ്പിത ജീവിതത്തെ, പൗരോഹിത ജീവിതത്തെ നോക്കി യേശു പറയുന്നു, നീ വിലയുള്ളതാണ്, നീ വിലയുള്ളതാണ് എന്ന് ഈശോ പറയുന്നു. നമുക്ക് ഈ വചനം ആവർത്തിക്കാൻ, നമ്മൾ ആവർത്തിക്കേണ്ട ഒരു വചനമാണ്. ഒരുപാട് അർത്ഥമുള്ള, നമുക്ക് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിലയുണ്ട്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക. യേശുവേ, ഞാൻ നന്ദി പറയുന്നു, ഞാൻ വിലയുള്ളവനാണ്. ഇതാ ഈശോ നിന്നോട് പറയുന്നു, യു ആർ പ്രഷ്യസ് ടു മീ. നീ എനിക്ക് വിലയുള്ളതാണ്, നീ എനിക്ക് ബഹുമാനനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. യു ആർ ഡിയർ വൺ, യു ആർ ഡിയർ വൺ എന്ന് പറയുമ്പോൾ എത്ര ഇൻറ്റിമസിയാണ് ആ ഒരു വചനത്തിലൂടെ, എത്ര ഇൻറ്റിമസിയിലേക്കാണ് ആ ഒരു വചനം വഴി ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. അതിനാൽ ഈ ഇൻറ്റിമസിയിലേക്ക് വരിക. നമ്മൾ വിലയുണ്ട്. ഒരുപക്ഷെ പാപത്തിൽ നിൽക്കുന്ന വ്യക്തിയാകാം, ഞാൻ വിലയുള്ളവനാണ് എന്ന് വചനം പറയുന്നു. ആ ദൈവത്തെ നമുക്ക് ഒരിക്കൽ കൂടി ധ്യാനിക്കാം. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ അപ്പൊൻ കരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ അപ്പൊൻ കരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? യെശയ്യാ 43:4, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനനുമാണ്. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ അഭിഷേകം, ഈ വചനത്തിൻ്റെ കൃപ,
ഈ വചനത്തിലൂടെ ലഭിക്കുന്ന വിടുതൽ, ഈ വചനത്തിലൂടെ വെളിപ്പെടുന്ന ശക്തി, ഈ വചനത്തിലൂടെ ലഭിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്നുള്ള വിടുതൽ നമ്മിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് ആവർത്തിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത്യധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിലയുള്ളവനായി വിലയുള്ളവളായി എന്നെ മാറ്റുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം യേശയ്യ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു.